1 യോഹന്നാൻ 5:11 വായിക്കുകയാണ്, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:2 വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്താണ് നിത്യജീവൻ? അറിയുന്നത് തന്നെ നിത്യജീവനാ. അറിഞ്ഞപ്പോൾ ആ ജീവൻ നമ്മുടെ അകത്തുണ്ടോ? ആ ജീവനിൽ ചിലർ വാഴാൻ പോകുകയാ. ആ ജീവൻ കിട്ടാൻ ഞാൻ എന്നാ ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, ഓൾറെഡി അത് നിന്റെ അകത്തുണ്ട്. അതെങ്ങനെ നിന്റെ അകത്ത് വന്നു? യേശുവിനെ അറിഞ്ഞപ്പോ ഈ നിത്യജീവൻ നിങ്ങളുടെ അകത്ത് വന്നു. ഇത് അറിഞ്ഞ നിങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. ഇത് വെളിപ്പെടുമ്പോ എല്ലാ ഏരിയയിലും അത് വെളിപ്പെടാൻ പോകുകയാ. കേവലം ഒരു പ്രസംഗത്തിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അത് വെളിപ്പെട്ടു വരാൻ പോകുകയാ. നിന്റെ വാക്കിലൂടെ അത് വെളിപ്പെടും, നിന്റെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടും. അയ്യോ, ആരോ പറയുന്നു ഇതുവരെ ചെയ്തതെല്ലാം പരാജയപ്പെട്ടു പോയി, പലയിടത്തും ഞാൻ മരണമാണ് കണ്ടത്. എന്നാൽ ഇന്നു പകൽ മുതൽ ജീവൻ വെളിപ്പെടാൻ പോകുകയാ. അത് നിങ്ങളുടെ അകത്തുണ്ട്. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കർത്താവ് പറയുന്നു, നിന്റെ ലൈഫിൽ എല്ലാ ഇടത്തും എല്ലാ ദിവസങ്ങളിലും അത് ഒഴുകുന്നത് കാണാൻ പോകുകയാണ്. നമ്മുടെ രക്ഷകനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ജീവനായകൻ. നിന്റെ തലയിൽ വെക്കുന്ന കിരീടം ഏതാണെന്നറിയാമോ? ജീവ കിരീട. നിനക്ക് തരുന്ന ഫലം ഏത് വൃക്ഷത്തിന്റെയാണെന്നറിയാമോ? ജീവ വൃക്ഷത്തിന്റെ ഫലം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം ഒരു സാധാരണ വചനമല്ല, ജീവന്റെ വചനമാ. ഞാൻ ഇന്ന് പകൽ പറയുന്നു, നിങ്ങളിൽ അത് വെളിപ്പെടാൻ പോകുന്നു, നിങ്ങളിലൂടെ അത് ഒഴുകാൻ പോകുന്നു. അത് ഒരുവരിൽ ഒഴുകി തുടങ്ങിയ ഒരു ശക്തിക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു വാതിലിനും അതിനെ തടയാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദിക്കും അതിനെ വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദികൾക്കും, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു മന്ത്രവാദികൾക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ജീവൻ അത് ദൈവിക ജീവനാ.